ഹലോ ആൾ, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ലിറ്റ്ബീസ്. ലിറ്റ്ബീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഫ്രിക്കൻ ട്രിലഗിയെക്കുറിച്ചാണ്. ചിനുവ അച്ചേബെ എഴുതിയിട്ടുള്ള ആഫ്രിക്കൻ ട്രിലഗിയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 പുസ്തകങ്ങളാണ് ആഫ്രിക്കൻ ട്രിലഗിയിൽ വരുന്നത് എന്നറിയാം. നമ്മൾ പുതിയൊരു കോഡ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സീരീസിൽ UGC നെറ്റിനൊക്കെ പഠിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ടുള്ള എങ്ങനെ ഈ ട്രിലഗീസൊക്കെ മനസ്സിൽ ഓർത്തു വെക്കാം എന്നുള്ളതൊക്കെ പഠിക്കുന്ന പുതിയൊരു കോഡ് സീരീസാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ തിങ്സ് ഫോൾ അപ്പാർട്ടാണ്. 1958 ചിനുവ അച്ചേബെ ഈ ഒരു പുസ്തകം എഴുതുന്നത്. ചിനുവ അച്ചേബെ എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ വളരെ അക്ലൈംഡ് ആയിട്ടുള്ള ഒരു ആഫ്രിക്കൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഫ്രിക്കൻ ട്രിലഗി എന്ന് പറഞ്ഞാൽ 3 പുസ്തകങ്ങൾ, 3 നോവൽസ് ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും ഇഗ്ബോ സൊസൈറ്റിയുടെ അവരുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വർക്ക് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് കൊളോണിയൽ റൂള് ആഫ്രിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഒന്നാമത്തെ തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ ഇത് പ്രധാനമായിട്ടും ഒക്കോനോവോ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഇതിൽ പ്രധാനമായിട്ടും കടന്നു വരുന്നത്. ഈ ഒക്കോൻവോയുടെ എന്ന് പറഞ്ഞാൽ ഇഗ്ബോ ലീഡറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ട് ഇദ്ദേഹമാണ് ഇതിൽ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കാം. നെറ്റിലൊക്കെ പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഒക്കോൻവോയുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് ഫോൾ അബൌട്ടാണ്. തിങ്സ് ഫോൾ അബൌട്ടിൽ ഒക്കോൻവോയുടെ ലൈഫുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ കഥ നടക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ബ്രിട്ടീഷ് കൊളോണിയലിസം പീരീഡാണ്. മാത്രമല്ല ഇദ്ദേഹം ഒരു ഇഗ്ബോ ലീഡറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് എങ്ങനെയാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം കടന്നു വരുന്നതോടുകൂടി, മാത്രമല്ല ക്രിസ്ത്യൻ മിഷണറീസൊക്കെ ആഫ്രിക്കയിൽ എത്തുന്നതോടുകൂടി എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ലൈഫ് മാറി മറിയുന്നത് തുടങ്ങിയിട്ടുള്ള കഥയാണ് തിങ്സ് ഫോൾ അപ്പാർട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് വർക്കിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട തീംസുകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ട്രഡീഷൻ വിയസ് ചേഞ്ച്, അല്ലേ, ആഫ്രിക്കയുടെ ആ ഒരു ട്രഡീഷനും പുതിയ മാറ്റങ്ങളും ബ്രിട്ടീഷ് കൊളോണിയലിസം വന്നതിന് ശേഷമുള്ള മാറ്റങ്ങളൊക്കെയാണ് ഇത് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ മസ്കുലിനിറ്റി പ്രധാന കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. പിന്നെ കൊളോണിയലൈസേഷൻ, അതുപോലെ തന്നെ ഐഡന്റിറ്റി ക്രൈസിസ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിലെ തീംസ് ആയിട്ട് വരുന്നത്. ഈ ഒരു വർക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ്ലി റെഡ് ആഫ്രിക്കൻ നോവൽസിൽപ്പെട്ട ഒരു വർക്കായിട്ടാണ് നമ്മൾ ഇന്നും ഈ ഒരു വർക്കിനെ കണക്കാക്കുന്നത്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ തന്നെ ഏറ്റവും വളരെ വലിയൊരു ഇമ്പോർട്ടൻറ്റ് വർക്കായിട്ടാണ് ഈ ഒരു വർക്ക് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സീരീസിലെ ഒന്നാമത്തെ വർക്ക്. ഇനി രണ്ടാമത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ നോ ലോങ്ങർ അറ്റ് ഈസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ വർക്ക്. നോ ലോങ്ങർ അറ്റ് ഈസ്, ഇത് 1960 ചിനുവ അച്ചേബെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഒബി ഒക്കോൻകോ. ഒബി ഒക്കോൻകോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നേരത്തെ ഫസ്റ്റിലെ വർക്കിൽ പറഞ്ഞിട്ടുള്ള ഒക്കോൻകോയുടെ ഗ്രാൻഡ് സൺ ആണ്. അപ്പോൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഇദ്ദേഹമാണ് ഇത് പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്ലോട്ടുകൾ സറൗണ്ട് ചെയ്യുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടാണെന്ന് മനസ്സിലാക്കാം. ഇദ്ദേഹം എന്ത് ചെയ്യാണ്, നൈജീരിയയിലേക്ക് തിരിച്ചു വരികയാണ്. കാരണം ഇംഗ്ലണ്ടിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇംഗ്ലണ്ടിൽ പഠിച്ച് നൈജീരിയയിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇദ്ദേഹം നേരിടേണ്ടി വരുന്ന ഒരുപാട് സ്ട്രഗിൾസ്, കറപ്ഷൻസ്, മാത്രമല്ല പിന്നെ ഇദ്ദേഹം ഒരുപാട് കൾച്ചറൽ കോൺഫ്ലിക്റ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ നോവലിൽ കടന്നു വരുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട തീമുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോറൽ കോംപ്രമൈസസ്, അല്ലേ, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് രാജ്യത്ത് പോയി പഠിച്ച് തിരിച്ചു വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, പിന്നെ ജനറേഷണൽ കോൺഫ്ലിക്റ്റുകൾ, അല്ലേ, പിന്നെ കൊളോണിയൽ എഡ്യൂക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കടന്നു വരുന്നത്, പിന്നെ ഡിസില്യൂഷൻമെൻറ്റ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള തീമുകൾ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് നോ ലോങ്ങർ അറ്റ് ഈസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വർക്ക്. ഒബി ഒക്കോൻകോൻ്റെ പേര് ഒരിക്കലും മറക്കരുത്. ഇനി മൂന്നാമത്തെ സീരീസിലെ മൂന്നാമത്തെ വർക്കിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആരോ ഓഫ് ഗോഡ് എന്നുള്ളതാണ് മൂന്നാമത്തെ വർക്ക്. ആരോ ഓഫ് ഗോഡിലേക്ക് വരുമ്പോൾ 1964, 4 വർഷങ്ങൾക്ക് ശേഷമാണ് മൂന്നാമത്തെ വർക്ക്, ട്രിലഗിയിലെ മൂന്നാമത്തെ വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും എസേലു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രത്തിൻ്റെ ചുറ്റിക്കൊണ്ടാണ് ഈ ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ഒരു ചീഫ് പ്രീസ്റ്റ് ആണ്. മാത്രമല്ല പിന്നെ ഗോഡ് ഉലുവിൻ്റെ ഒരു ചീഫ് പ്രീസ്റ്റ് ആണ്. നമുക്കറിയാം ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ ആ കാലത്ത് ഒരുപാട് ട്രഡീഷണൽ ബിലീഫുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഒരുപാട് ബ്രിട്ടീഷ് കൊളോണിയലിസം വന്ന സമയത്ത് ഒരുപാട് ട്രഡീഷണൽ ബിലീഫൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ അതൊക്കെ പ്രശ്നവൽക്കരിക്കപ്പെടുന്ന ഒരു തീം നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും കടന്നു വരുന്നതായി കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല പിന്നെ ഈ ഒരു എസേലു എന്നുള്ള കഥാപാത്രം, അല്ലെ, ബ്രിട്ടീഷ് കൊളോണിയൽ പവേഴ്സിനെ, ആ ഫോഴ്സസിനെ അദ്ദേഹം നേരിടുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് ലോക്കൽ റൈവൽ പവേഴ്സിനെയും നേരിടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ആരോ ഓഫ് ഗോഡ് എന്നുള്ള ഈ ഒരു വർക്കിൽ ചിനുവ അച്ചേബെ കൊണ്ടുവരുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ തീംസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചീഫ് പ്രൈസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് റിലീജിയൻ ഒരു തീമായിട്ട് വരുന്നുണ്ട്, ലീഡർഷിപ്പ് ഒരു തീമായിട്ട് വരുന്നുണ്ട്, റെസിസ്റ്റൻസ്, ബ്രിട്ടീഷ് കൊളോണിയൽ ഫോഴ്സുകളുടെ നേരെയുള്ള റെസിസ്റ്റൻസ്, പിന്നെ കൾച്ചറൽ ചേഞ്ച് എന്തൊക്കെയാണ് ആഫ്രിക്കയിൽ കടന്നു വരുന്നത് തുടങ്ങിയിട്ടുള്ള തീമുകളാണ് ഇതിൽ അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പോൾ 3 വർക്കാണ് നമ്മൾ പറഞ്ഞത്. ഈ 3 വർക്ക് എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കാം, ഇതാണ് നമ്മൾ കോഡിലൂടെ നമ്മൾ പഠിക്കുന്നത്, അല്ലേ. അപ്പോൾ 1958 എന്ന് പറഞ്ഞാൽ 1958 ഫസ്റ്റ് വർക്ക് വരുന്നു, തിങ്സ് ഫോൾ അപ്പാർട്ട്. അപ്പോൾ 58 എല്ലാം തകർന്നു വീണു. നമ്മളിങ്ങനെ മനസ്സിലൊന്ന് ഓർത്ത് വെച്ചാൽ മതി. 58 എല്ലാം തകർന്നു വീണു. 60 കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല, നോ ലോങ്ങർ അറ്റ് ഈസ്. 64 ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ മാത്രമാണ്, ദൈവത്തിൽ മാത്രമാണ് പ്രതീക്ഷ, ആരോ ഓഫ് ഗോഡ്. അപ്പോൾ അങ്ങനെ മനസ്സിലൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. 58 എല്ലാം തകർന്നു വീണു, തിങ്സ് ഫോൾ അപ്പാർട്ട്. 60 കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല, നോ ലോങ്ങർ അറ്റ് ഈസ്, അല്ലേ. 58
വീട്ടിൽ തകർന്നു വീണു. 60-നും കാര്യങ്ങൾ ഒട്ടും സുഖകരമല്ല. 64 ഇനി ഒരു രക്ഷയുമില്ല, ദൈവത്തിൽ മാത്രമാണ് പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു കോഡ്, ഈ ഒരു സെൻറ്റൻസ് കോഡൊന്ന് മനസ്സിൽ ഓർത്തു വെച്ചാൽ മതി. നമുക്ക് ആഫ്രിക്കൻ ട്രിലഗി ചിനു അച്ചേബയുടെ ഈ വർക്ക് നമുക്ക് 3 വർക്കും ഒറ്റയടിക്ക് മനസ്സിൽ നിൽക്കാൻ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.